ഇന്ന് ഡിസംബർ 13 വെള്ളിയാഴ്ച. ഈ ആഴ്ചത്തെയും ഇന്നലെയും ഇന്നുമായിട്ടുള്ള OTT റിലീസുകൾ ഏതൊക്കെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന പുതിയ സർപ്രൈസ് OTT റിലീസുകളും മലയാളം ഡബ്ഡ് OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് റെഡ് വൺ എന്ന ഹോളിവുഡ് ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ക്രിസ്മസ് ഫാന്റസി മിസ്റ്ററി ത്രില്ലർ എന്റർടൈൻമെന്റ് സിനിമ ഇന്നലെ മുതൽ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ ബോഗെയിൻ വില്ല എന്ന ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ക്രൈം സൈക്കോളജിക്കൽ ത്രില്ലർ മലയാളം സിനിമ ഇന്നലെ സോണി ലിവിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മോശമല്ലാത്ത അഭിപ്രായം നേടിയ ബിജു മേനോൻ നായകനാകുന്ന കഥ ഇന്നുവരെ എന്ന റൊമാന്റിക് കോമഡി ഫാമിലി മലയാളം സിനിമ ഇന്ന് മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ലഭ്യമാക്കിയിട്ടുണ്ട്. വിശാഖ് സെൻ നായകനാകുന്ന മെക്കാനിക് റോക്കി എന്ന ആക്ഷൻ കോമഡി തെലുങ്ക് സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ റെന്റ് ഓപ്ഷനിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വിമൽ നായകനാകുന്ന സാർ എന്ന തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമ കഴിഞ്ഞ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിലടക്കം OTT റിലീസ് ചെയ്തിട്ടുള്ളതാണ്. പോകുമിതാം വെഗത്തൂരമില്ലൈ എന്ന വിമൽ നായകനാകുന്ന മറ്റൊരു തമിഴ് സിനിമയും ഈ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാൻഡിഷ് ബണ്ടിഡ്സ് എന്ന മ്യൂസിക് ഡ്രാമ ഹിന്ദി സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹരി കഥ എന്ന മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ തെലുങ്ക് സീരീസും ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ കിഡ്സ് ഡ്രാമ മലയാളം സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ്. സിനിമ അടുത്ത ബുധനാഴ്ച ഡിസംബർ 18 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ബേസിൽ ജോസഫ്, നസ്രിയ നസീം ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഫാമിലി മിസ്റ്ററി ത്രില്ലർ മലയാളം സിനിമയാണ് സൂക്ഷ്മ ദർശിനി. മികച്ച അഭിപ്രായങ്ങൾ നേടിയ 50 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ തിയേറ്ററിൽ വിജയിച്ച ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ കാണാവുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സിനിമ ഇതുവരെയായിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. OTTയിൽ ട്രെൻഡിംഗ് ആവേണ്ടിയിരുന്ന ഈ സിനിമയുടെ HD ഓവർസീസിലൂടെ റിലീസ് ചെയ്തതാണ്. സിനിമ ശരിയായ മികച്ച രീതിയിൽ കാണുവാനായിട്ട് OTT റിലീസിനായിട്ട് കാത്തിരിക്കുക. സിനിമയുടെ OTT റിലീസ് ഡിസംബർ അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ജനുവരി ആദ്യ പകുതിയിലോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ട്. RJ ബാലാജി നായകനാകുന്ന ജയിൽ ഡ്രാമ തമിഴ് ചിത്രമാണ് സ്വർഗവാസൽ. ഈ സിനിമയുടെയും തമിഴ് HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ അവസാനത്തോടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മികച്ച അഭിപ്രായം നേടിയ അമേരിക്കൻ ബ്രിട്ടീഷ് ഹിസ്റ്റോറിക് ആക്ഷൻ സിനിമയാണ് ഗ്ലേഡിയേറ്റർ 2. ഈ സിനിമയുടെയും HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ ജനുവരിയിലെ ആദ്യ ആഴ്ചയിൽ ആമസോൺ പ്രൈം, ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അടുത്തതും കഴിഞ്ഞ ആഴ്ച HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ഹിന്ദി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സിംഗം അഗെയിൻ. 350-375 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 380 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഈ മൾട്ടി സ്റ്റാർ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കരാട്ടെ ഗേൾസ് എന്ന സ്പോർട്സ് ഡ്രാമ ഹിന്ദി സീരീസ് ഇന്ന് ആമസോൺ MS പ്ലെയറിലൂടെ ഫ്രീ ആയിട്ട് ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സത്യരാജ് അഭിനയിക്കുന്ന തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് തൊയർ ചെഗുവര. ഈ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ തമിഴ് ഭാഷയിൽ ലഭ്യമാണ്. രജനീകാന്ത് അടക്കം അഭിനയിക്കുന്ന തമിഴ് സ്പോർട്സ് ആക്ഷൻ സിനിമയാണ് ലാൽ സലാം. സിനിമ നാളെ സീ സിനിമയിലൂടെ ഡിസംബർ 14 രാത്രി 9 മണിക്ക് ഹിന്ദി ഭാഷയിൽ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. ശേഷം അടുത്ത ദിവസം ഡിസംബർ 15 ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ സീ TV ചാനലിലും ഹിന്ദി ഭാഷയിൽ സംപ്രേഷണം ചെയ്യും. ഈ വർഷം ഇറങ്ങിയ മികച്ച അഭിപ്രായം നേടിയ സർവൈവ് എന്ന ഫ്രഞ്ച് അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ സർവൈവൽ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹെലോ അഗെയിൻ എന്ന 2019 ഇറങ്ങിയ തായ്വാനീസ് റൊമാന്റിക് കോമഡി സീരീസ് ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ നായകനാകുന്ന 500-600 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന കേരളത്തിൽ നെഗറ്റീവും മിക്സഡും അഭിപ്രായങ്ങൾ നേടിയ എന്നാൽ കേരളത്തിന് പുറത്ത് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ 1050 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പ 2 എന്ന സിനിമ ജനുവരി 3-നും 20-നും ഉള്ളിലായിട്ട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഹിന്ദി പതിപ്പ് ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിലായിട്ടായിരിക്കും OTT റിലീസ് ചെയ്യുക. ജോജു ജോർജിന്റെ മികച്ച അഭിപ്രായം നേടി 35 കോടിക്ക് മേലെ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച പണി എന്ന ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമ ആദ്യം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് OTT റിലീസ് ചെയ്യാനിരുന്നതെങ്കിൽ ഇപ്പം സോണി ലിവിലൂടെയാണ് OTT റിലീസ് ചെയ്യുന്നത്. സിനിമ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ജനുവരിയിലെ ആദ്യ 2 ആഴ്ചകളിൽ OTT റിലീസ് ചെയ്യാനാണ് കൂടുതലും സാധ്യത. സോണി ലിവിലൂടെ ഡിസംബർ 20 OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് ഉണ്ടെങ്കിലും അത് ഇതുവരെയായിട്ടും കൺഫേം ആക്കിയിട്ടില്ല. ഡിസംബർ 20 തന്നെ OTT റിലീസ് ചെയ്യാനും സാധ്യതകൾ കുറവാണ്. കാരണം ബോഗെയിൻ വില്ല എന്ന മലയാളം സിനിമ ഈ ആഴ്ചയാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ ഒരു മലയാളം സിനിമ കൂടി
OTT റിലീസ് ചെയ്യുന്നത് സോണി ലിവിന് പതിവുള്ളതല്ല. മാസത്തിൽ ഒരു മലയാളം സിനിമയാണ് സാധാരണ സോണി ലിവ് OTT റിലീസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് പണി സിനിമയുടെ OTT റിലീസ് ജനുവരിയിലെ ആദ്യ 2 ആഴ്ചകളിലായിട്ടായിരിക്കും ഉണ്ടാക്കുക.